നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയ ഗസ നഗരത്തിൽ ഇപ്പോൾ കാണുന്നത് നടുക്കുന്ന നീക്കങ്ങളാണ്. ഏകദേശം 7000-ഓളം ഹമാസ് പോരാളികൾ അവിടെ തമ്പടിക്കുന്നുവെന്നാണ് ഇപ്പോൾ BBC ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയ ഗസയിലെ പ്രദേശങ്ങൾ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാനാണ് 7000-ഓളം പഴയ പോരാളികളെ ഹമാസ് ഇപ്പോൾ വിളിച്ചു ചേർത്തിരിക്കുന്നത്. സായുധ പശ്ചാത്തലമുള്ള 5 ഗവർണർമാരെ ഹമാസ് നിയോഗിച്ചു. എല്ലാവർക്കും സൈനിക പശ്ചാത്തലമുണ്ട്. ഇവരിൽ ചിലർ മുമ്പ് ഹമാസിന്റെ സായുധ വിഭാഗങ്ങളിലെ ബ്രിഗേഡുകളെ നിയന്ത്രിച്ചിരുന്നു. നടുക്കുന്ന നീക്കങ്ങളാണ് ഹമാസ് തീവ്രവാദികൾ ഇപ്പോൾ ഗസയുടെ പല ഭാഗങ്ങളിലും നടപ്പിലാക്കുന്നത്. ഇതുകൊണ്ടാണ് ട്രംപിന്റെ സമാധാന പദ്ധതിയെ തുടക്കത്തിൽ ഇസ്രയേൽ എതിർത്തത്. ഗസ നഗരത്തിൽ നിന്ന് തങ്ങളുടെ സേനയെ പെട്ടെന്ന് പിൻവലിച്ചാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് അവസാന നിമിഷം വരെ നെതന്യാഹു ട്രംപിനോട് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഒരു വശത്ത് തങ്ങളുടെ രാജ്യത്തെ ജനങ്ങളുടെ പ്രതിഷേധം, മറുവശത്ത് അന്താരാഷ്ട്ര സമ്മർദ്ദം. ഇതിനെ തുടർന്ന് പെട്ടെന്ന് തന്നെ ട്രംപിന്റെ സമാധാന പദ്ധതിക്ക് അംഗീകാരം നൽകുകയായിരുന്നു ഇസ്രായേൽ. ഏറെ പ്രതികാര ബുദ്ധിയോടെയാണ് ഇപ്പോൾ ഹമാസിന്റെ നീക്കം. ഇസ്രായേലിനെ സഹായിച്ച എല്ലാവരെയും കൊന്നൊടുക്കുക. ഇസ്രായേലിനൊപ്പം ചേർന്ന് ഹമാസിനെതിരെ യുദ്ധം ചെയ്ത ചില ഗോത്രവർഗങ്ങൾ, അവരെയൊക്കെ കൊന്നൊടുക്കുകയാണ് ഹമാസിന്റെ ലക്ഷ്യം. ഇസ്രായേലുമായി സഹകരിച്ചിരുന്നവരെ തേടിപ്പിടിച്ച് തങ്ങൾ വധിക്കുമെന്ന് ഹമാസ് പറയുന്നു. ഹമാസ് തങ്ങളുടെ തീവ്രവാദികളായ പോരാളികളോട് 24 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിരവധി ജില്ലകളിലായി സായുധരായ ഹമാസ് യൂണിറ്റുകൾ ഇതിനകം വിന്യസിച്ചു കഴിഞ്ഞു. ചിലർ സിവിലിയൻ വസ്ത്രങ്ങളിലും മറ്റുള്ളവർ ഗസ പോലീസിന്റെ നീല യൂണിഫോമുകളിലും പ്രത്യക്ഷപ്പെടുന്നു. ഗസ സിറ്റിയുടെ സാബ്ര അയൽപ്പക്കത്ത് ശക്തരായ ദുമ്മുഷ് വംശത്തിൽ നിന്നുള്ള തോക്കുധാരികളാൽ വെടിയേറ്റ 2 ഹമാസിന്റെ ഉന്നത സേനാംഗങ്ങൾ. ഇവർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് സംഘർഷം അതിരൂക്ഷമായി. അവരിൽ ഒരാൾ ഹമാസിന്റെ സായുധ വിഭാഗത്തിലെ മുതിർന്ന കമാൻഡറായ ഇമാദ് അഖേലിന്റെ മകനായിരുന്നു. ഹമാസ് തീവ്രവാദികളുടെ മൃതദേഹങ്ങൾ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ടത് രോഷം ആളിക്കത്താനിടയായി. ഹമാസിന്റെ വലിയ സായുധ പ്രതികരണം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന സൂചനകൾ ഇതിനെ തുടർന്ന് പുറത്തുവന്നു. പിന്നീട് ഹമാസ് ഒരു പ്രദേശഭാഗം വളഞ്ഞു. അവിടെ 300-ലധികം ദുഗ്മുഷ് തോക്കുധാരികൾ മെഷീൻ ഗണ്ണുകളും ഇംപ്രൊവൈസ്ഡ് സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ച് തമ്പടിച്ചിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകൾ. മറ്റൊരു സംഭവത്തിൽ ഹമാസ് ഒരു ദുഗ്മുഷ് വംശജനെ വെടിവെച്ച് കൊലപ്പെടുത്തി. 30-ലേറെ പേരെ തട്ടിക്കൊണ്ടുപോയി. യുദ്ധസമയത്ത് ഹമാസ് ഡിപ്പോകളിൽ നിന്ന് ഈ ഗോത്രവംശക്കാർ ആയുധങ്ങളും മറ്റു വസ്തുക്കളുമൊക്കെ കൊള്ളയടിച്ചിരുന്നു. ഗസ സിറ്റിയിൽ പലസ്തീനികൾ വീണ്ടും നാശത്തിലേക്ക് പതിക്കുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത്. ഗസ വെടിനിർത്തൽ കരാറിനെ കുറിച്ച് നമുക്കറിയാവുന്നതിനപ്പുറമാണ് ഇപ്പോൾ ഗസ നഗരത്തിന്റെ അവസ്ഥ. യുദ്ധം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഗസ ആര് ഭരിക്കുമെന്ന സംശയം ഇപ്പോഴും തുടരുന്നു. ഇക്കാര്യത്തിൽ അനിശ്ചിതത്വം വളർന്നു വരുന്നതിനിടയിലാണ് ഇപ്പോൾ ഹമാസ് തെരുവിലേക്ക് ഇറങ്ങിയത്. സമാധാന പദ്ധതിയുടെ 2ാം ഘട്ടം ഇതുവരെ ഹമാസും ഇസ്രയേലും തമ്മിൽ അംഗീകരിച്ച് ഒപ്പുവെച്ചിട്ടില്ല. ഹമാസിനെ നിരായുധീകരിക്കാൻ ആഹ്വാനം ചെയ്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിഭാവനം ചെയ്തതുപോലെയല്ല ഗസയിലെ സ്ഥിതിവിശേഷങ്ങളെന്ന് വ്യക്തം. ട്രംപിന്റെ സമാധാന പദ്ധതിയുടെ 2ാം ഘട്ടത്തിന്റെ തുടക്കം സങ്കീർണമാക്കുന്ന കാഴ്ചകളാണ് നമ്മൾ ഇപ്പോൾ ഗസ മുനമ്പിൽ നിന്ന് കാണുന്നത്. ഇസ്രായേൽ അധിനിവേശ സമയത്ത് അവരെ സഹായിച്ച കള്ളന്മാരെയും മിലിഷ്യകളെയും ഒക്കെ കൊന്നൊടുക്കി നമ്മൾ പ്രതികാരം ചെയ്യുമെന്ന് ഹമാസിന്റെ മെസ്സേജുകൾ. ഇനിയൊരു അധിനിവേശത്തെ ചെറുക്കാനുള്ള ആയുധങ്ങൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് ഹമാസ് വ്യക്തമാക്കുന്നു. ഗസ പൂർണ്ണമായും മറ്റൊരു രക്തച്ചൊരിച്ചിലേക്ക് പതിക്കുന്നുവെന്നാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ. ഹമാസ് മാറിയിട്ടില്ല. അവർ ആയുധങ്ങളും അക്രമങ്ങളുമാണ് തങ്ങളുടെ മുന്നേറ്റം നിലനിർത്താനുള്ള ഏകമാർഗമെന്ന് കരുതുന്നു. ഗസ ആയുധങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്നാണ് മറ്റു ചില റിപ്പോർട്ടുകൾ. യുദ്ധകാലത്ത് ഹമാസിന്റെ സംഭരണശാലകളിൽ നിന്ന് കൊള്ളക്കാർ ആയിരക്കണക്കിന് ആയുധങ്ങളും വെടിക്കോപ്പുകളും ഒക്കെ മോഷ്ടിച്ചു. ആഭ്യന്തര പോരാട്ടത്തിലേക്ക് ഗസ മുനമ്പ് പതിക്കുന്ന കാഴ്ചകളാണ് ലോകത്തിന് മുന്നിൽ. നിരവധി സാഹചര്യങ്ങളാണ് അവിടെ ആഭ്യന്തര സംഘർഷത്തിന്റെ സൂചനകൾ ശക്തമാക്കുന്നത്. ഗസയിലെ പല നിവാസികൾക്കുമിടയിൽ ആഭ്യന്തര പോരാട്ടത്തിന് സാധ്യതയുണ്ട് എന്ന വ്യാപക ഭയം നിലനിൽക്കുന്നു. ഗസയിലെ ഇപ്പോഴത്തെ അവസ്ഥ വിശദമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് BBC-യാണ്. ഇസ്രായേൽ മാധ്യമങ്ങളും ഈ റിപ്പോർട്ടുകൾ ശരിവെക്കുന്നു. ഗസയിൽ ആളുകളെ നിയന്ത്രിക്കാൻ ഹമാസ് വളരെ കാലമായി മാഫിയ പോലുള്ള ഗുണ്ടാതന്ത്രങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. 1980-കളുടെ അവസാനത്തിലും 90-കളുടെ തുടക്കത്തിലും ആ സംഘം അങ്ങനെ വളർന്നു വന്നു. യഹ്യ സിൻവർ പോലെയുള്ള ഹമാസ് നേതാക്കൾ അന്ന്
ഇസ്രയേൽ സഹകാരികളെ ക്രൂരമായി കൊലപ്പെടുത്തുന്ന തന്ത്രമാണ് പയറ്റിയത്. യഹ്യ സിൻവർ മരിച്ചു, പക്ഷേ അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന് ഹമാസ് മെസ്സേജുകളിൽ വ്യക്തമാണ്. ഹമാസിന് അവരുടെ വലിയ ആയുധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. എന്നാൽ AK-47 തോക്കുകൾ അവർ വ്യാപകമായി സൂക്ഷിച്ചിരുന്നു. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് തൊട്ടുപിന്നാലെ ഹമാസ് ഡസൻ കണക്കിന് സഹകാരികളെയും ഹമാസ് വിരുദ്ധ വംശജരെയും ഒക്കെ അറസ്റ്റ് ചെയ്തു തുടങ്ങിയെന്നാണ് ഇപ്പോൾ ഗസയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. പലരെയും വധിക്കുമെന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞു. ഗസയിലെ തങ്ങളുടെ എതിർപ്പുകൾ ഇല്ലാതാക്കുമെന്നാണ് ഹമാസിന്റെ വെല്ലുവിളി. യുദ്ധകാലത്ത് ഹമാസിനെ വെല്ലുവിളിച്ച ഗ്രൂപ്പുകൾ ഭാവിയിൽ ഗസ മുനമ്പിൽ ഉണ്ടാകില്ല എന്നവർ വെല്ലുവിളിക്കുന്നു. ഇപ്പോൾ കൊല്ലപ്പെട്ട ദുഖ്മുഷ് വംശജരുടെ ഗോത്രം വളരെ ശക്തമാണ്. അവരുടെ കൈവശം ധാരാളം ആയുധങ്ങളുണ്ട്. അക്രമങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും ഹമാസ് അവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കും. തെക്കൻ ഗാസയിൽ ഒരു മിലിഷ്യ രൂപീകരിച്ച യാസർ അബു ഷബാബുമായി ബന്ധമുള്ളവരെ വധിക്കുമെന്നാണ് മറ്റൊരു ഭീഷണി. യാസർ അബു ഷബാബുമായി ബെദുയിൻ കുടുംബങ്ങൾക്ക് ബന്ധമുണ്ട്. ഇവർ ഇസ്രയേലുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ബെദുയിൻ ഗോത്രങ്ങളിലെ അംഗങ്ങളെ ഹമാസ് ഉന്മൂലനം ചെയ്യുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു. യുദ്ധസമയത്ത് ഹമാസിനെതിരെ പോരാടിയ ഗാസ വംശജരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഇസ്രയേലിനുണ്ട് എന്ന വാദം ഇസ്രയേലിൽ ശക്തമാകുന്നു. അവരെ നമ്മൾ ഹമാസിന് വിട്ടുകൊടുക്കരുത് എന്നതാണ് ഇസ്രയേലികളുടെ പൊതുവികാരം. ഇസ്രയേലുമായി ചേർന്ന് പ്രവർത്തിച്ച ഗസയിലെ ഗ്രൂപ്പുകൾക്ക് എന്തു സംഭവിക്കുമെന്ന ആശങ്ക ഇപ്പോൾ ഇസ്രയേലിന് ശക്തം. തങ്ങളുടെ കണക്കുകൾ തീർക്കാൻ ഇപ്പോഴുള്ള അവസരം ഹമാസ് ഉപയോഗിക്കുന്നു. ഗസ മുനമ്പ് ഇപ്പോഴും തങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്ന് ശത്രുക്കളെ ബോധ്യപ്പെടുത്താനാണ് ഹമാസിന്റെ ഇത്തരം നീക്കങ്ങൾ. ഒരു നിഴലായി ഗസയിൽ തുടരില്ല, പകരം ആ പ്രദേശത്തെ നിയന്ത്രിക്കുമെന്നാണ് ഇപ്പോൾ ഹമാസ് ഭീഷണി മുഴക്കുന്നത്. വാഷിംഗ്ടണിലെ ഓവൽ ഓഫീസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമാധാന പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ഇസ്രയേലിനോട് ട്രംപ് ആജ്ഞാപിച്ചിരുന്നു എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാൻ. എന്തുകൊണ്ട് ഇസ്രയേൽ പെട്ടെന്നൊരു വെടിനിർത്തലിലേക്ക് കടന്നില്ല എന്നതിന്റെ കൃത്യമായ തെളിവുകളാണ് ഇപ്പോൾ ഗസ മുനമ്പിൽ നമ്മൾ കാണുന്നത്. ഇസ്രയേൽ മന്ത്രിസഭ അംഗീകരിച്ച് വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഇസ്രയേൽ സേന പിൻവാങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് ഹമാസിന്റെ കൊടുക്രൂരതകൾ ഇപ്പോൾ ഗസ മുനമ്പിൽ ദൃശ്യമാകുന്നതും. ബന്ദികളെ മുഴുവൻ വിട്ടുകിട്ടിയതിനു ശേഷം ഗസ മുനമ്പിന്റെ നിയന്ത്രണം അന്താരാഷ്ട്ര സേനയ്ക്ക് കൈമാറുന്നതിൽ ട്രംപ് പരാജയപ്പെട്ടാൽ ഇസ്രയേൽ സേന തന്നെ ഗസ മുനമ്പിലേക്ക് ഇരച്ചു കയറാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. ശനിയാഴ്ച രാത്രിയിൽ ഗസ തടവിലാക്കപ്പെട്ട ബന്ദികളുടെ മോചനത്തിനായുള്ള പ്രതിവാര റാലി. ഈ റാലി ഉദ്ഘാടനം ചെയ്ത് പ്രസംഗം നടത്തിയത് US മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്. വലിയ കരഘോഷത്തോടെയാണ് ഇസ്രായേലികൾ വിറ്റ്കോഫിനെ സ്വീകരിച്ചത്. പ്രഭാഷകർ ജാരെദ് കുഷ്നർ എന്ന US പ്രസിഡന്റിന്റെ മരുമകൻ. ഈ പ്രോഗ്രാമിൽ പ്രഭാഷകരായി എത്തിയത് ജാരെദ് കുഷ്നറും ഇവാങ്ക ട്രംപും. വലിയ സ്വീകാര്യമാണ് ഇവർക്ക് ഇസ്രായേലികൾ നൽകിയത്. US മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ കരാർ പ്രകാരം തിങ്കളാഴ്ചയോടെ എല്ലാ ബന്ദികളെയും തിരിച്ചയക്കുമെന്ന് ഇപ്പോൾ ഹമാസ് പറയുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കാമെന്നാണ് വിറ്റ്കോഫ് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. ഗാസയിലെ ബന്ദികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹം തന്റെ പരാമർശങ്ങൾ നടത്തി. നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഇത്തരമൊരു ഒത്തുചേരൽ സംഘടിപ്പിച്ചത് ഹോസ്റ്റേജസ് ആൻഡ് മിസ്സിംഗ് ഫാമിലീസ് ഫോറം. 5 ലക്ഷത്തിലധികം ആളുകളാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തത്. ഹോസ്റ്റേജ് സ്ക്വയർ എന്ന് ഇസ്രായേലികൾ വിളിക്കുന്ന സ്ഥലത്താണ് ഈ സമ്മേളനം ചേരുന്നത്. വിറ്റ്കോഫ് നെതന്യാഹുവിന്റെ പേര് പറയുമ്പോൾ ആളുകളിൽ നിന്ന് വലിയ കൂവൽ. പ്രസിഡന്റ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്ന് വിറ്റ്കോഫ് പറഞ്ഞു. ഇസ്രായേലിനെയും ഹമാസിനെയും ഒക്കെ ഇത്ര വലിയ സമ്മർദ്ദം ചെലുത്തി ഒരു കരാറിലെത്തിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് എന്ന് വിറ്റ്കോഫ് ഓർമ്മപ്പെടുത്തി. അവിടെ തടിച്ചുകൂടിയ ഏകദേശം 5 ലക്ഷത്തോളം ഇസ്രായേലികൾ അവർ വലിയൊരു ബാനർ ഉയർത്തിപ്പിടിച്ചിരുന്നു. നൊബേൽ പ്രസിഡന്റ് ട്രംപ് എന്ന ബാനർ. ഇന്ന് രാത്രി നമ്മൾ അസാധാരണമായ ഒന്ന് ആഘോഷിക്കുന്നു. പലരും അസാധ്യമെന്ന് കരുതിയിരുന്ന നിമിഷം ധൈര്യവും ബോധ്യവും ഒത്തുചേരുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നതിന്റെ ജീവിക്കുന്ന തെളിവാണ് നമ്മൾ. ഇവിടെ രാഷ്ട്രീയത്തിൽ നിന്നല്ല, മറിച്ച് ധൈര്യത്തിൽ നിന്നാണ്. പ്രതീക്ഷ കൈവിടാൻ വിസമ്മതിക്കുന്നവരുടെ ധൈര്യത്തിൽ നിന്നാണ് ഒരു സമാധാനം ജനിക്കുന്നത്. ഇസ്രായേൽ ജനതയെ ബഹുമാനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ പ്രതിരോധശേഷി, സങ്കല്പിക്കാനാവാത്ത വേദനയിലും നഷ്ടത്തിലും നിങ്ങളുടെ അചഞ്ചല മനോഭാവം. സമാധാനം ബലഹീനതയല്ല എന്ന് നിങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുത്തു. അത് ശക്തിയുടെ ഏറ്റവും ഉയർന്ന രൂപമാണ്. ഹൃദയവേദനയിലൂടെയും ഭയത്തിലൂടെയും നിങ്ങൾ ഒരിക്കലും വിശ്വാസം കൈവിട്ടില്ല. നിങ്ങളുടെ ധൈര്യവും സഹിഷ്ണുതയും ലോകത്തെ പ്രചോദിപ്പിച്ചു. എൻ്റെ സുഹൃത്തും അമേരിക്കൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ജെ ട്രംപിൻ്റെ ധീരമായ നേതൃത്വത്തിനൊപ്പം ചേർന്ന് നിങ്ങളുടെ വിശ്വാസമാണ് ഇത്തരമൊരു സംഭവം യാഥാർത്ഥ്യമാക്കിയത്. വലിയ പ്രതീക്ഷ
പങ്കുവെച്ചുകൊണ്ടുള്ള വിറ്റ്കോഫിൻ്റെ പ്രസംഗം. മറുവശത്ത് ഗസ മുനമ്പിൽ നമ്മൾ കാണുന്നത് സമാധാനമില്ലാതെ ജനങ്ങൾ പരസ്പരം പോരടിക്കുന്ന കാഴ്ച. വീണ്ടും ഗസയിലെ ജനങ്ങൾക്ക് കണ്ണീർ മാത്രമാണോ ബാക്കി? ഇസ്രയേൽ പറഞ്ഞത് അത്രയും ശരിയെന്ന് തെളിയുന്ന കൃത്യമായ ദൃശ്യങ്ങൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.